ഇവിടെയാണ് കേരളത്തിൻ്റെ മറ്റൊരു രംഗം നാം നോക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക രംഗം. എത്ര വലിയ പുരോഗതി! ഇന്ത്യ ഒരു മഹാരാജ്യം. ആ രാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടേത്, കേരളത്തിൻ്റേത്, ഈ കേരളത്തിന് മാത്രം അവകാശപ്പെട്ടത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് രാജ്യത്ത് നമ്മുടേത്, നമുക്ക് മാത്രം അവകാശപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനം പലപ്പോഴും പലതരത്തിലുള്ള വൈറസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥി വരികയാണ്. പലവിധ സാംക്രമിക രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിനെ ബാധിക്കാറുണ്ട്. ആ കാര്യത്തിൽ നാം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നു. അത് കേരളത്തിലാണ് സ്ഥാപിച്ചതെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് മാറാൻ പോകുന്നത്. ലോകത്ത് തന്നെ അംഗീകാരം നേടത്തക്ക രീതിയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദ രംഗം, കേരളത്തിൻ്റെ ആയുർവേദ മേഖല വളരെ പ്രസിദ്ധമാണ്. ആ രംഗത്ത് പുതിയൊരു സ്ഥാപനം ഗവേഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ആരംഭിക്കുന്നു. കേരളം മാറുകയാണ്. വലിയ മാറ്റം. വിവിധ രീതിയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ, 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ 10 ഇപ്പം തന്നെ സ്ഥാപിതമായി കഴിഞ്ഞു. വിവിധ മേഖലയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്. നമ്മുടെ പ്രഖ്യാപനം ഈ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുക, അത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാകുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയറിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഹാർഡ്വെയർ നിർമ്മാണത്തിലേക്കും നാം ശക്തമായി കടക്കുന്നു. നമുക്ക് സോളാർ പാനൽ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലിഥിയം ബാറ്ററി ഇവിടെ നല്ല രീതിയിൽ ആരംഭിക്കുകയാണ്, നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇങ്ങനെ പുതിയ മാനത്തിലേക്ക് കേരളം മാറുന്നു. വ്യാവസായിക മേഖല, കേരളത്തിൻ്റെ വ്യാവസായിക മേഖല അത് രക്ഷയില്ലാത്ത ഒന്നാണ്. ഇവിടെ ഒരു വ്യവസായവും വരില്ല എന്ന് കണക്കാക്കിയവരായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ. പല തെറ്റായ പ്രചാരവേലകളും ആ ഘട്ടത്തിൽ അഴിച്ചുവിട്ടിരുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ മേഖലയിലെ നിക്ഷേപ സൗഹൃദ നില മാറ്റിയെടുക്കണമെന്ന് തീരുമാനിച്ചു. ബോധപൂർവമുള്ള നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി വലിയ ഇടപെടൽ, നിയമങ്ങൾ ഭേദഗതി ചെയ്യൽ, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യൽ, ഒരുപാട് മറ്റു നടപടികൾ എല്ലാം ഉണ്ടായി. അവസാനം അതിൻ്റെ ഫലം വന്നു. ഇന്ത്യയിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലക്ക് നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ വലിയ തോതിൽ IT മേഖലയുടെ വികസനം ആഗ്രഹിക്കുന്നവരാണ്. IT-യുടെ കുതിച്ചുചാട്ടമാണ് നടക്കുന്നത്. വലിയ വികസനം IT മേഖലയിൽ നടക്കുന്നു. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി കേരളം മാറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ യുവജനങ്ങളുടെ പൊതുവായ ചിന്തക്കനുസരിച്ച് വളരുന്ന, ഉയരുന്ന ഒരു നാടായി കേരളം മാറുകയാണ്. ആ മാറ്റത്തോടൊപ്പം പാലക്കാടും വേണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ മാറ്റത്തോടൊപ്പം അണിചേരാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് LDF ഈ തവണ ഇവിടെ നിർത്തിയിരിക്കുന്നത്. LDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന ഡോക്ടർ സരിൻ ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പറ്റിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പാലക്കാടിന്റെ പ്രതിനിധിയായി ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ അയക്കുക, അങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുക എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
അദ്ദേഹത്തിന്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷം ഡോക്ടർ സരീന് നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.